Hello dear students, today we are going to continue with the module 6, that is polymers. So far we have seen the definition of polymers, classifications, examples, these classification and examples of different kinds of polymers. Now we'll move on to a category of natural polymers known as terpenes. Okay. Regarding terpenes, we are going to study their classification, isoprene rule, and two terpenes, citral and geraniol. Okay, so what are terpenes? Terpenes are natural products that are structurally related to isoprene. Terpenes-ന്റെ definition ചോദിച്ചാൽ we can say that terpenes are natural products എന്ന് വെച്ചാൽ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില കെമിക്കൽസ് ആണ് terpenes which are structurally related to isoprene. എന്താണ് ഈ ഐസോപ്രീൻ? ഐസോപ്രീൻ ഈസ് 2-methyl 1,3-butadiene. ഓക്കെ, അപ്പോൾ 4 കാർബൺ ആറ്റം ഒരു സ്ട്രെയിറ്റ് ചെയിനിൽ വന്നിട്ട് ഒരു കാർബൺ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുന്ന ഒരു മോളിക്യൂളാണ് ഐസോപ്രീൻ. ഇതൊരു അൺസാച്ചുറേറ്റഡ് മോളിക്യൂളാണ്, 2 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ 1 2 3 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ടെയിൻ. അപ്പോൾ ഇത് 2 ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇതൊരു ഡൈഈനാണ്, ഡൈൻ. അപ്പം ബ്യൂട്ട ഡൈൻ. ഓക്കെ, ഏതൊക്കെ പൊസിഷനിലാണ് ഈ ഡൈൻ ഉള്ളത്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിലും തേർഡ് കാർബൺ ആറ്റം. ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. അപ്പം ഫസ്റ്റ് കാർബണിലും മൂന്നാമത്തെ കാർബണിലും ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് 1,3-buta ഡൈൻ. പിന്നെ ഈ സെക്കൻഡ് കാർബണിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് എ മീഥൈൽ ഗ്രൂപ്പ്. അപ്പം നമുക്കിതിന് പേര് പറയാം 2-methyl 1,3-buta ഡൈൻ. ഇതിനെയാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഐസോപ്രീനെ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ്. കാർബൺ നമ്മൾ കാണിക്കാറില്ല. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് 2-methyl 1,3-butadiene നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ മെയിൻ പോയിന്റ്സ് ഇൻ terpenes? They have the general formula C5H8 n-times. നമ്മൾ കണ്ടു 5 കാർബൺ ആറ്റമാണുള്ളത്. ഡൈൻ ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഹൈഡ്രജൻസിൻ്റെ എണ്ണം CnH2n+2 കുറവായിരിക്കും. അതുകൊണ്ടാണ് C5H8 n-times ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫ് പ്ലാന്റ് ഒറിജിൻ, നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്ലാന്റ്സിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ആൻഡ് ഫ്ലേവർ ഓഫ് പ്ലാന്റ് പാർട്സ്. ഈ ടെർപീൻസ് കൊണ്ടാണ് പ്ലാന്റ്സിൻ്റെ വേരിയസ് സ്മെല്ലും ഫ്ലേവറും ഉണ്ടാകുന്നത്. ഓക്കെ, ജാസ്മിൻ, മുല്ലപ്പൂവിന് മണം കൊടുക്കുന്നത് അതിലുള്ള ഒരു ടെർപ്പീനാണ്. പിന്നെ നമ്മുടെ കരയാമ്പൂവിന് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ടെർപ്പീനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ ഓർ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ഓഫ് പ്ലാന്റ് പാർട്സ് ഗീവ് ഫ്ലേവർഫുൾ സബ്സ്റ്റൻസസ് നോൺ ആസ് എസെൻഷ്യൽ ഓയിൽസ്. അപ്പം നമ്മൾ ഈ മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും, അതല്ലെങ്കിൽ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് നല്ല മണം ഉള്ള സബ്സ്റ്റൻസ് കിട്ടും. ആ സബ്സ്റ്റൻസിനെ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് എന്നാണ് പറയുന്നത്. അത് ടെർപീൻസ് അല്ല, അത് ഒരു മിക്സ്ചർ ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ഈ എസെൻഷ്യൽ ഓയിൽസ്. അത് ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ വഴി നമുക്ക് ടെർപീൻസിനെ ഡയറക്റ്റായിട്ട് കിട്ടില്ല. കുറേ കമ്പോണൻസ് ഉള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയും. ദേ ആർ കമ്പോസ്ഡ് ഓഫ് ടെർപിനോയിഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ടെർപിനോയിഡ്സ്? ദേ ആർ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ടെർപീൻസ്. അപ്പോൾ ടെർപീൻ എന്ന് പറഞ്ഞാൽ C5H8 n-times ആണ്. അതിനകത്ത് ഓക്സിജൻ കൂടെ വരുമ്പോൾ അതിനെ നമ്മൾ ടെർപിനോയിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടെർപീൻസിൽ ഓക്സിജൻ പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ടെർപിനോയിഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ടെർപീൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ 2 റൂൾസ് നമുക്കറിയണം. ഐസോപ്രീൻ റൂളും സ്പെഷ്യൽ ഐസോപ്രീൻ റൂളും. അപ്പം നമ്മൾ ആദ്യത്തെ റൂളിലേക്ക് പോകാം. ഐസോപ്രീൻ റൂൾ. ഈ ഐസോപ്രീൻ റൂൾ പറഞ്ഞത് ഓട്ടോ വാൾഷ് ആണ്. ഹി സ്റ്റഡീഡ് എ നമ്പർ ഓഫ് terpenes and terpenoids, and he said that the skeletal structure of all naturally occurring terpenes
or terpenoids are built of isoprene units. അപ്പോൾ ഓട്ടോ വാൾഷ് പറഞ്ഞത് the skeletal structure of all naturally occurring terpenes or terpenoids are built of isoprene units. എല്ലാ ടെർപ്പീനിലും ടെർപ്പിനോയിഡിലും എന്തുണ്ട്? ഐസോപ്രീൻ യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് ഓട്ടോ വാൾഷ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസോപ്രീൻ യൂണിറ്റ്. ഓക്കെ, ഇനി വരുന്നതാണ് സ്പെഷ്യൽ ഐസോപ്രീൻ റൂൾ. സ്പെഷ്യൽ ഐസോപ്രീൻ റൂൾ പറഞ്ഞത് ഇൻഗോൾഡ് ആണ്. ഇൻഗോൾഡ് പറഞ്ഞത് ദ ഐസോപ്രീൻ യൂണിറ്റ്സ് ഇൻ ഓൾ നാച്ചുറലി ഒക്കറിംഗ് ടെർപ്പീൻസ് ആർ ജോയിൻഡ് ഹെഡ് ടു ടെയിൽ. അപ്പം നേരത്തെ ഓട്ടോ വാൾഷ് പറഞ്ഞപ്പോൾ ഐസോപ്രീൻ യൂണിറ്റ്സ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം സ്പെഷ്യൽ ഐസോപ്രീൻ റൂളിൽ ആ ലിങ്കിങ് ആണ് പറയുന്നത്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പടത്തിൽ ഐസോപ്രീൻ ആണ് അല്ലേ. 2-methyl മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിൽ, ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലും ഡൈ. അപ്പോൾ 2-methyl 1,3-butadiene ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും. ഈ ഡബിൾ ബോണ്ട് മാത്രമുള്ള എൻഡിനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡിലും ഡബിൾ ബോണ്ട്സ് ഉണ്ട്. അതിൽ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡിനെ ഹെഡ് എന്നും മീഥൈൽ ഗ്രൂപ്പ് ഇല്ലാത്ത എൻഡിനെ ടെയിൽ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഐസോപ്രീൻ യൂണിറ്റ്സ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഇതെന്താണ്? ഇത് ഹെഡ്, ഇത് ടെയിൽ. ഇവിടെ ഇത് ഹെഡ്, ഇത് ടെയിൽ. അപ്പോൾ സ്പെഷ്യൽ ഐസോപ്രീൻ പറയുന്നത് എല്ലാ നാച്ചുറലി ഒക്കറിങ് ടെർപ്പീൻസിലും ഐസോപ്രീൻ യൂണിറ്റ്സ് ആർ ലിങ്ക്ഡ് ഹെഡ് ടു ടെയിൽ. അപ്പോൾ ഇത് ഒരു ഐസോപ്രീൻ്റെ ഹെഡും ഇത് വേറൊരു ഐസോപ്രീൻ്റെ ടെയിലുമാണ്. അപ്പം ഹെഡും ടെയിലും കൂടിയാണ് ലിങ്ക് ചെയ്യുക, അല്ലാതെ ഹെഡും കൂടിയല്ല ലിങ്ക് ചെയ്യുക, ടെയിലും കൂടിയല്ല ലിങ്ക് ചെയ്യുക. അപ്പം ഈ ലിങ്കിനെ ഹെഡ് ടു ടെയിൽ ഓർ 1-4 ലിങ്ക് എന്ന് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ രണ്ടറ്റം, ഒന്നിൻ്റെ തുടക്കവും മറ്റേതിൻ്റെ ഒടുക്കവും, അതിനെ രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്യുന്നതിനെയാണ് ഹെഡ് ടു ടെയിൽ ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്ന ദേ ആർ ഓൾസോ, കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അത് ടെർപ്പിനോയിഡ്സ് ആണ്. അതിനകത്ത് ഐസോപ്രീൻ യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ ഐസോപ്രീൻ യൂണിറ്റ്സ് ആർ ലിങ്ക്ഡ് ടെയിൽ ടു ടെയിൽ. 4-4 ലിങ്ക്സ് ആണ് അതിനകത്തുള്ളത്. 1-4 ലിങ്ക്സ് അല്ല, 4-4 ലിങ്ക്സ് ആണ് ഉള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ ടെർപ്പീനിൻ്റെ ഫസ്റ്റ് ഇതൊരു 4th കാർബണും ഫസ്റ്റ് കാർബണും 1-4 ലിങ്ക്, ഇവിടെ 1-4 ലിങ്ക്. പക്ഷെ ഇവിടെയോ, ഇവിടെ ഒരു 4-4 ലിങ്ക് ഉണ്ട്. ദിസ് ഇസ് ബീറ്റാ കരോട്ടീൻ ആൻഡ് ബീറ്റാ കരോട്ടീൻ ഹാസ് എ 4-4 ലിങ്ക്. അപ്പോൾ കരോട്ടിനോയിഡ്സ് ആർ ജോയിൻഡ് ടെയിൽ ടു ടെയിൽ. അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എക്സെപ്ഷൻസിൻ്റെ പേരുകൾ ഓർത്തിരിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഗീവ് ദ കോമ്പൗണ്ട് ദാറ്റ് ഈസ് എക്സെപ്ഷൻ ടു ഐസോപ്രീൻ റൂൾ, ദാറ്റ് ഈസ് ബീറ്റാ കരോട്ടീൻ. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. Terpenes are classified based on the number of terpene units. ഇപ്പോൾ ടെർപ്പിനോയിഡ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ടെർപ്പീൻസ് ആണെങ്കിലും എത്ര ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടെർപ്പീൻ യൂണിറ്റ്സ് അല്ല, ഐസോപ്രീൻ യൂണിറ്റ്സ്. ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ്സ് ടെർപ്പീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെനി. അപ്പോൾ ഒരു ഒറ്റ ഐസോപ്രീൻ യൂണിറ്റുള്ള ടെർപ്പിനോയിഡ്സിനെ നമ്മൾ ഹെമി ടെർപ്പീൻ എന്ന് വിളിക്കും. If the number of isoprene unit is 1, we call it as hemiterpene or that is isoprene. നമ്മുടെ ഐസോപ്രീനെയാണ് നമ്മൾ ഹെമിടെർപ്പീൻ എന്ന് വിളിക്കുന്നത്. അപ്പം രണ്ട് ഐസോപ്രീൻ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മോണോ ടെർപ്പിനോയിഡ്സ് എന്ന് വിളിക്കും. 3 ഐസോപ്രീൻ യൂണിറ്റ്സ് ആണുള്ളതെങ്കിൽ അതിനെ സെസ്ക്വി ടെർപ്പിനോയിഡ്സ് എന്ന് വിളിക്കും. 4 ആണെങ്കിൽ ഡൈടെർപ്പിനോയിഡ്സ്, 5 സെസ്റ്റർ ടെർപ്പിനോയിഡ്സ്, 6 ആണെങ്കിൽ ട്രൈടെർപ്പിനോയിഡ്സ്, 8 ടെട്രാ ടെർപ്പിനോയിഡ്സ്. ഒരുപാട് ടെർപ്പീൻ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പോളി ടെർപ്പിനോയിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നോർമൽ ടെർപ്പീൻസിൽ ഐസോപ്രീൻ്റെ എണ്ണം ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. മോണോടെർപ്പീൻസിൽ 2, ഡൈടെർപ്പീൻസിൽ 4,
ട്രൈ ടെർപ്പീൻസിൽ 6 ടെട്രാ ടെർപ്പീൻസിൽ 8. അതല്ലാതെ ഉള്ളതാണ് നമ്മുടെ ഹെമി ടെർപ്പീൻ, സെസ്ക്വി ടെർപ്പീൻ, സെസ്റ്റർ ടെർപ്പീൻസ്. അപ്പം ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് എന്നല്ല, ഡീവിയേഷൻസ് ഫ്രം ദ നോർമൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ടെർപ്പീൻസിൽ ഈവൻ നമ്പർ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ്സേ ഉണ്ടാവുള്ളൂ. ഇരട്ട സംഖ്യകളാണ് ഉണ്ടാവുക. ഒറ്റ സംഖ്യ ഉള്ളത് കുറച്ചേ ഉള്ളൂ. ഒരു ഹെമി ടെർപ്പീൻ, സെസ്ക്വി ടെർപ്പീൻ, സെസ്റ്റർ ടെർപ്പീൻ. അപ്പം 5 ടെർപ്പീൻ ഐസോപ്രീൻ യൂണിറ്റ്സ് വരെ ഉള്ളതേ ഉള്ളൂ. 7ഉം 9ഉം ഒന്നും നമ്മൾ സാധാരണഗതിയിൽ കാണാറില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. മോണോടെർപ്പീനിന് എക്സാമ്പിളാണ് മെർസീൻ, സെസ്ക്വി ടെർപ്പീന് ഫാർനസോൾ, ഡൈടെർപ്പീൻ വൈറ്റമിൻ എ, ട്രൈടെർപ്പീൻ സ്ക്വാളീൻ, ടെട്രാടെർപ്പീൻ ബീറ്റാ കരോട്ടീൻ. നമ്മൾ നേരത്തെ കണ്ട ബീറ്റാ കരോട്ടീനും ലൈക്കോപ്പീനും ടെട്രാ ടെർപ്പീനാണ്. പോളിടെർപ്പീൻ എക്സാമ്പിൾ റബ്ബറാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ജോയിനിങ് ഒന്ന് കാണാം. എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം ഇത് മോണോടെർപ്പീനാണ്. മോണോടെർപ്പീൻ്റെ എക്സാമ്പിൾസ് ആണ് ഫെലാൻഡ്രീൻ, യൂക്കാലിപ്റ്റസ് ഓയിലാണ്, മെന്തോൾ, പെപ്പർമിൻറ്റ്, സിട്രാൽ, ലെമൺ ഗ്രാസ്. ഓക്കെ, ഇതെല്ലാം ടെർപ്പിനോയിഡ് ആണ്. ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതെല്ലാം ടെർപ്പീൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മോണോടെർപ്പീന് ടെർപ്പിനോയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഇത് സെസ്ക്വി ടെർപ്പീൻ. സെസ്ക്വി ടെർപ്പീന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫാർനസോൾ ആണ്. ഇത് ആൽഫ സെലിനീൻ എന്ന് പറയുന്ന ഒരു സെസ്ക്വി ടെർപ്പീനാണ്. അത് സീലറിയിൽ കാണുന്ന, ചൈനീസ് കുക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് സീലറി. സീലറിയിൽ കാണുന്ന സെസ്ക്വി ടെർപ്പീനാണ് ആൽഫ സെലിനീൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാമല്ലോ, ഇതൊരു ടെർപ്പീൻ യൂണിറ്റ് ആണ്. ഇവിടെ ഒരു ടെർപ്പീൻ യൂണിറ്റ് ഉണ്ട്, ഇവിടെയും ഒരു ടെർപ്പീൻ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ടും ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡബിൾ ബോണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്താണ്? പോളിമറൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഡബിൾ ബോണ്ട് മാറിയിട്ടാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, ഡബിൾ ബോണ്ട് മാറും പോളിമറൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇതാണ് ടെർപ്പീൻ. ഇതിനകത്ത് ഇവിടുത്തെ ഡബിൾ ബോണ്ട് മാറിയിട്ടാണ് പോളിമറൈസ് ചെയ്തത്. ഇവിടെ ഒരു ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഐസോപ്രീൻ. അപ്പോൾ 3 ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ സെസ്ക്വി ടെർപ്പീൻ എന്ന് പറയുന്നത്. ഇതൊരു ഡൈടെർപ്പീനാണ്, വൈറ്റമിൻ എ. വൈറ്റമിൻ എയിൽ ഇതോ 1, 2, 3, 4 ഐസോപ്രീൻ യൂണിറ്റ്സ് ഉള്ളപ്പോൾ ഡൈടെർപ്പീൻ. ഈ ട്രൈ ടെർപ്പീൻ നോക്കിയേ, ഇത് വലിയൊരു സ്ക്വാളീൻ എന്ന് പറയുന്ന ഒരു ടെർപ്പീനാണിത്. അപ്പം ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6. 6 എണ്ണം ഉള്ളതുകൊണ്ട് ഇത് ട്രൈ ടെർപ്പീനാണ്. ഇതിനകത്തെല്ലാം ടെയിൽ ടു ടെയിൽ ലിങ്കേജസ് ആണുള്ളത്. ഓക്കെ, ഹെഡ് ടു ടെയിൽ അല്ല, ടെയിൽ ടു ടെയിൽ ലിങ്കേജസ് ആണ് സ്ക്വാളീനിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് terpenes. Terpenes are classified on the basis of number of isoprene units.